ഹലോ പ്രിയപ്പെട്ടവരെ, അപ്പോൾ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് പല നിഗൂഢതകളും പിന്നെ ചരിത്രപരമായ അത്ഭുത കാഴ്ചകളും കാണാൻ പറ്റുന്ന ഒരു ക്ഷേത്രത്തിലേക്കാണ് ഇന്നത്തെ ഈ യാത്ര. ഇവിടുത്തെ ഓരോ തൂണിലും ചരിത്രപരമായ കഥകളെ ഓർമ്മിപ്പിക്കുന്ന മനോഹരമായ ശില്പങ്ങളെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അതുമാത്രമല്ല, നിലം തൊടാതെ നിൽക്കുന്ന ഇവിടുത്തെ തൂണാണ് എല്ലാവരും വളരെയേറെ ആകർഷിപ്പിക്കുന്ന ഒരു കാര്യം. അപ്പം ഈ ക്ഷേത്രം മറ്റേതുമല്ല, ആന്ധ്രാപ്രദേശിലെ അനന്തപുരം ഡിസ്ട്രിക്റ്റിലെ ലേപാക്ഷി എന്ന ക്ഷേത്രത്തിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് അറിയാൻ പോകുന്നത്. വളരെയേറെ പ്രാചീനതയുള്ള ഈ ക്ഷേത്രത്തിന്റെ ഐതിഹ്യവും പിന്നെ ഇവിടുത്തെ പല രഹസ്യങ്ങളും ഞാൻ നിങ്ങളോട് പറയുന്നതായിരിക്കും. ഈ വീഡിയോ കണ്ടിന്യൂസ് ആയിട്ട് വാച്ച് ചെയ്യുക. അപ്പം രാവിലെ തന്നെ ഞങ്ങളുടെ യാത്ര തുടങ്ങിയായിരുന്നു. ബാംഗ്ലൂരിന് ജസ്റ്റ് 130 കിലോമീറ്റർ അകലെയാണ് നമുക്ക് ഈ ലേപാക്ഷി ടെമ്പിൾ കാണാൻ പറ്റുന്നത്. പോകുന്ന വഴിയിൽ ഒരു കുതിരവണ്ടി കണ്ടായിരുന്നു. കണ്ടില്ലേ, നല്ല ഫാസ്റ്റായിട്ടായിരുന്നു ആ കുതിര ഓടിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഇനി കുറച്ച് ദൂരം കൂടിയേ ഉള്ളൂ നമ്മൾ ടെമ്പിൾ എത്താനായിട്ട്. അങ്ങനെ നമ്മളിപ്പം ടെമ്പിൾ എത്തിയിരിക്കുന്നു. ഇത് കണ്ടില്ലേ, ഇതാണ് പാർക്കിംഗ് സ്പോട്ട്. ഇവിടെ നമ്മൾ വെഹിക്കിൾ പാർക്ക് ചെയ്തിട്ട് ഈ കാണുന്ന വഴിയിലൂടെ വേണം നമ്മൾ ക്ഷേത്രത്തിലോട്ട് കയറി ചെല്ലാൻ. അതിപ്രാചീനമായ ഒരു ക്ഷേത്രമാണ് ഈ കാണുന്ന ലേപാക്ഷി ടെമ്പിൾ. അതെ, ഈ ക്ഷേത്രത്തിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കി ദേശവിദേശങ്ങളിൽ നിന്നാണ് ആളുകൾ ഈ ക്ഷേത്രം കാണാനായി വരുന്നത്. ഈ ക്ഷേത്രത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ 500 വർഷത്തിലേറെ പഴക്കമുള്ള ഒരു വലിയ ഈശ്വരൻ്റെ ക്ഷേത്രമാണ് നിങ്ങൾ ഈ കാണുന്നുള്ളത്. അതുമാത്രമല്ല, ഇവിടുത്തെ ഏറ്റവും വലിയൊരു രഹസ്യം അടങ്ങിയിരിക്കുന്ന ഹാങ്ങിങ് പില്ലറാണ് ഇവിടെ വരുന്ന എല്ലാവരും കൂടുതലായി ആകർഷിക്കുന്ന ഒരു കാര്യം. നമ്മൾ ക്ഷേത്രത്തിൻ്റെ അകത്ത് കയറി ചെല്ലുമ്പോൾ തന്നെ വളരെയേറെ പ്രാധാന്യം തോന്നിക്കുന്ന ശില്പങ്ങളെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അതെ, കാണുമ്പോൾ തന്നെ അത്രയ്ക്കൊരു മനോഹരതയാണ് ഓരോ ശില്പങ്ങളിലും. അതുമാത്രമല്ല, ഇവിടെ കാണുന്ന ഓരോ ശില്പങ്ങളിലും ഓരോ കഥയാണ് നമുക്ക് കാണാനും അറിയാനും പറ്റുന്നത്. അത്രയ്ക്കും അത്ഭുതകരമായ ശില്പങ്ങളെയാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. ഈ ക്ഷേത്രം 500 വർഷങ്ങൾക്ക് മുന്നേ, അതായത് 1530 വിജയനഗര സാമ്രാജ്യം ഉണ്ടായിരുന്ന ഒരു കാലഘട്ടത്തിലായിരുന്നു ഈ ക്ഷേത്രം നിർമ്മിച്ചത്. വിരൂപണ്ണ നായക്ക പിന്നെ വീരണ്ണ എന്ന സഹോദരങ്ങളായിരുന്നു ഈ ക്ഷേത്രത്തിനെ നിർമ്മിച്ചത്. ഈ ക്ഷേത്രത്തിൻ്റെ ഏറ്റവും മനോഹരമായ ഒരു കാഴ്ചയാണ് ഓരോ തൂണിലും നമുക്ക് പലതരത്തിലുള്ള ശില്പങ്ങളെ കാണാൻ പറ്റുന്നത്. ഈ ക്ഷേത്രത്തിൻ്റെ ഐതിഹ്യം എന്ന് വെച്ചാൽ രാമായണവും പിന്നെ ഈ ക്ഷേത്രവുമായിട്ട് ചില ബന്ധങ്ങളുണ്ടെന്നാണ് അറിയാൻ സാധിച്ചത്. അതായത്, രാവണൻ സീതാദേവിയെ അപഹരിച്ചുകൊണ്ട് പോകുന്ന സമയത്ത് ജടായു സീതാദേവിയെ രക്ഷപ്പെടുത്താൻ ശ്രമിച്ചപ്പം രാവണനിൽ നിന്ന് മുറിവേറ്റ ജടായു വീണത് ഈ ഒരു ഗ്രാമത്തിലായിരുന്നു എന്നതാണ് ഈ ക്ഷേത്രത്തിൻ്റെ ഐതിഹ്യം. അപ്പം അകത്ത് ചെന്ന് നമുക്ക് തൊഴുതിട്ട് വരാവുന്നതാണ്. ഈ കാണുന്നതാണ് വളരെയേറെ രഹസ്യം കൊണ്ടിരിക്കുന്ന ഹാങ്ങിങ് പില്ലർ. അതെ, ഇവിടുത്തെ ഏറ്റവും കൂടുതൽ അറിയപ്പെടുന്ന ഒരു ഹാങ്ങിങ് പില്ലറാണ് നിങ്ങൾ ഈ കാണുന്നുള്ളത്. ഈ ഒരു പില്ലർ ഏതൊരു സപ്പോർട്ടും ഇല്ലാതെ കാറ്റിലാണ് നിൽക്കുന്നത് എന്നതാണ് ഇവിടുത്തെ ഒരു നിഗൂഢത. ഇവിടെ വരുന്നവരിൽ മിക്കവരും അത് സത്യമാണോ എന്ന് പരീക്ഷിച്ച് നോക്കാറുണ്ട്. അപ്പം ഞങ്ങളും ഒന്ന് പരീക്ഷിക്കാമെന്ന് വിചാരിച്ചു. കണ്ടില്ലേ, അങ്ങനെ പരീക്ഷണം വിജയിച്ചിരിക്കുന്നു. അതെ, യാതൊരു സപ്പോർട്ടും ഇല്ലാതെയാണ് ഈ ഒരു തൂണ് ഇവിടെ നിൽക്കുന്നത്.
പൊതുവെ ഈ ക്ഷേത്രത്തിൻ്റെ സമയം രാവിലെ 6 മണി മുതൽ വൈകിട്ട് 6 മണി വരെയാണ്. പ്രത്യേക ദിവസങ്ങളിൽ മാത്രം രാവിലെ 5 മണി മുതൽ ഉച്ച 12:30 വരെയാണ് പൂജാ സമയം. പിന്നെ വൈകിട്ട് 4 മണി മുതൽ 8:30 വരെയാണ് പൂജാ സമയം. ഇവിടുത്തെ ഓരോ സൃഷ്ടിയും കണ്ടില്ലേ, എത്ര വ്യത്യസ്തമായിട്ടാണ് അവർ നിർമ്മിച്ചേക്കുന്നതെന്ന്. ഈ കാണുന്ന ശിവലിംഗത്തിന് ഒരു പ്രത്യേകത ഉണ്ട്. എന്താന്ന് വെച്ചാൽ ഈ വിഗ്രഹം അവർ നിർമ്മിച്ചേക്കുന്നത് ഈ ഒറ്റൊരു കല്ലുകൊണ്ടാണ്. അതെ, ഈ കല്ലിനകത്ത് തന്നെ നമുക്ക് വിഘ്നേശ്വരന്റെ, അതായത് വിനായകന്റെയും കൂടി മൂർത്തി കാണാൻ പറ്റും. ഇതേ കല്ലുകൊണ്ട് തന്നെയാണ് അവർ ശിവലിംഗവും നിർമ്മിച്ചിരിക്കുന്നത്. ഈ സ്ഥലത്തിന് ലേപാക്ഷി എന്ന പേര് കിട്ടിയത് മുറിവേറ്റ് വീണ ജടായുവിനെ കണ്ട് രാമൻ ലേപാക്ഷി എന്ന് പറഞ്ഞു. അതായത് തെലുങ്കില് ലേ എന്ന് വെച്ച എഴുന്നേക്ക് എന്നതാണ് അർത്ഥം. അപ്പം എഴുന്നേക്ക് പക്ഷി എന്ന് രാമൻ ജടായുയോട് പറയുന്നതാണ് ഈ സ്ഥലത്തിൻ്റെ പേരായി മാറിയത് എന്നതാണ് ഇവിടുത്തെ ഒരു ഐതിഹ്യം. ഈ ക്ഷേത്രം കൂടുതലായി അറിയപ്പെടുന്നത് ഈ ക്ഷേത്രത്തിൻ്റെ മനോഹരമായ ഓരോ ശില്പങ്ങളിലൂടെയാണ്. കണ്ടില്ലേ, ആ ഭംഗി നിറഞ്ഞ ശില്പങ്ങളെ നിർമ്മിച്ച് ശില്പിയുടെ കഴിവും പിന്നെ ആ ശില്പങ്ങളുടെ ഭംഗി പറഞ്ഞറിയിക്കാൻ നമുക്ക് വാക്കുകൾ പോലും തികയാതെ വരും. അത്ര നല്ല ഒരു കാഴ്ചയാണ് നമുക്കിവിടെ ഓരോ ശില്പങ്ങളിലും കാണാൻ പറ്റുന്നത്. ഇവിടെയും നമുക്കൊരു ശിവലിംഗം കാണാൻ പറ്റും. കാണുമ്പോൾ തന്നെ നല്ല ഐശ്വര്യമാണ്. അങ്ങനെ ഭഗവാനെ കണ്ട് തൊഴുത് ഇപ്പം നമ്മൾ നേരെ ചെല്ലുന്നത് അമ്പലത്തിൻ്റെ വെളിയിലുള്ള സീതാദേവിയുടെ കാൽപ്പാട് സ്ഥിതി ചെയ്തിരിക്കുന്ന സ്ഥലം കാണാനാണ്. ആ കാണുന്നവിടെയാണ് നമുക്ക് സീതാദേവിയുടെ കാൽപ്പാട് കാണാൻ പറ്റുന്നത്. അപ്പം നമുക്ക് അവിടെ ചെന്ന് കാണാം. ഈ കാണുന്നത് സീതാദേവിയുടെ കാൽപ്പാട് എന്നതാണ് ഇവിടുത്തെ ഒരു ഐതിഹ്യം. ഇവിടെ എപ്പോഴും നനവ് കാണും, അതായത് വെള്ളത്തിൻ്റെ നനവ് കാണും എന്നതാണ് ഒരു പ്രത്യേകത. അതുമാത്രമല്ല, ചിലരൊക്കെ പറയുന്നത് ഈ കാൽപ്പാട് ഹനുമാൻ സ്വാമിയുടേതും ആയിരിക്കാം എന്നതാണ്. അങ്ങനെ ക്ഷേത്രത്തിൽ നിന്ന് നേരെ നമ്മൾ താഴോട്ട് ഇറങ്ങി വന്നാൽ ക്ഷേത്രത്തിലെ അന്നദാനമായ ഉച്ചഭക്ഷണം നമുക്ക് കിട്ടുന്നതാണ്. അപ്പം ഇവിടെയാണ് നമുക്ക് ഉച്ചഭക്ഷണം കിട്ടുന്ന സ്ഥലം. അപ്പം നല്ല ചൂടോടെ അവർ ചോറും സാമ്പാറും പിന്നെ പായസമാണ് തന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ചൂടോടെ പ്രസാദം മേടിച്ച് കഴിച്ചു. ഇവിടുന്ന് നേരെ പോകുന്നത് ഇവിടെ തന്നെ അടുത്തുള്ള നന്ദിയുടെ വലിയ ഒരു മോണോലിത്തിക് സ്റ്റാച്ചു കാണാനാണ്. അതിൻ്റെ അടുത്ത് തന്നെ നമുക്ക് ജടായുടെയും കൂടി ഒരു സ്റ്റാച്ചു കാണാൻ പറ്റുന്നതാണ്. അപ്പം അവിടുത്തെ വിവരങ്ങളും പിന്നെ കാഴ്ചയും ഞാൻ അടുത്ത വീഡിയോയിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യുക. അതുമാത്രമല്ല കമൻറ്റിലൂടെ നിങ്ങളുടെ ഒപ്പീനിയൻ അറിയിക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്.